ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഓണമൊക്കെ ഇങ്ങ് എത്താറായി. എനിക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ജോലികളെല്ലാം ഇപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ, കുഞ്ഞുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. അതുപോലെ ഇന്ന് കാശി ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് അങ്ങ് ഇറങ്ങിയത്. കാശിയാണെങ്കിലും പപ്പയാണെങ്കിലും എല്ലാം ഒരു സാധനം എടുക്കണമെങ്കിൽ ഒരു 100 സാധനം നിരത്തുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. ആ ഷൂ മൊത്തം അവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനാണെങ്കിൽ ഇന്ന് ഇതങ്ങ് ഒതുക്കാവെന്ന് കരുതിയത്. അതുമാത്രമല്ല, ഓരോ ദിവസവും കുറേശ്ശെ ഒതുക്കി കഴിഞ്ഞാൽ ചിങ്ങം 1-ന് മുമ്പായിട്ട് നമ്മുടെ വീടെല്ലാം അങ്ങ് ക്ലീൻ ആവും. നമ്മൾ കുപ്പയെല്ലാം ചിങ്ങം 1-ന് തലേന്ന് കത്തിക്കുമല്ലോ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരാഴ്ച മൊത്തം അങ്ങ് ക്ലീനിങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ആ സ്റ്റെയറിൻ്റെ അടിഭാഗം എല്ലാം അങ്ങ് ക്ലീൻ ആക്കാമെന്ന് കരുതി. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് തന്നെ റെയിൻകോട്ടിൻ്റെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് എല്ലാം ആ കവറിൽ തന്നെ അങ്ങ് മടക്കി വെച്ചേക്കാമെന്ന് ഓർത്തു. മഴ പെയ്യുമ്പോൾ മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ അതവിടെ വലിച്ചു വാരി ഇട്ടേക്കും. ഇതിപ്പോൾ ഏട്ടൻ്റെ ഒരു ബാഗിൽ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ അതും എല്ലാം അങ്ങ് എടുത്തു. പിന്നെ ഏട്ടൻ്റെ കുറേ പേപ്പറും കാര്യങ്ങളും എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ബാങ്കിലെയാണേ. അതെല്ലാം ഞാൻ ആ ബാഗിൽ വെച്ചിരുന്നതായിരുന്നു. ബാഗ് എടുക്കാൻ നേരം ബാഗിൽ നിന്നെല്ലാം എടുത്ത് വെളിയിലിട്ടിട്ട് ബാഗ് എടുത്തുകൊണ്ട് പോയി. അത് ഒരിടത്ത് ഒതുക്കി വെച്ചതോ അതുമില്ല. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം വൃത്തിയാക്കി അവിടെ എല്ലാം അങ്ങ് തൂത്തിടുവാണ്. തുടയ്ക്കുന്നത് പിന്നെയുള്ള എല്ലായിടവും തൂത്തതിന് ശേഷമേ തുടയ്ക്കുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് ഇന്നെല്ലാം അങ്ങ് തുടച്ചെന്ന് ഉദ്ദേശിച്ചത് ജനലെല്ലാം അങ്ങ് തുടച്ചെല്ലാം ആക്കിയിടാം, തറയെല്ലാം നാളെ തുടയ്ക്കാം എന്നുള്ള ഒരു രീതിയിലാണ് തുടങ്ങിയത് കേട്ടോ. അപ്പം കാശിയുണ്ട് ശ്രീമോനുണ്ട്, രണ്ടുപേരും TV കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഞാനാണെങ്കിൽ കസേര നീക്കിയിട്ടിട്ടുണ്ട്, ശ്രീമോൻ ഇവിടെ സ്റ്റെയർ കയറി വരാതിരിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാതെ അപ്പുറത്തങ്ങ് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിന്നുകൊണ്ട് കരയുവാ ഇപ്പുറം വരാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ അവനെ പിടിക്കാൻ പോയ ഈ ജോലികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവനെ അവിടെ ഇരുത്തി ആനയുടെ ഏതെങ്കിലും കാർട്ടൂൺ ഇട്ട് കൊടുക്കടാ കാശി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ക്ലീനാക്കാൻ വന്നത്. അപ്പോൾ സ്റ്റെയർ കയറി മേളിലോട്ട് ഞാൻ പോയതാണ്. അവിടെ എല്ലാം അങ്ങ് തൂക്കാനൊക്കെ ഉണ്ട്. തൂത്തിട്ട് പിന്നെ ഇതാക്കാമല്ലോ, പൊടി കൊണ്ടോ അവിടുത്തെ പറന്ന് വരുമ്പോൾ ആ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അവിടുത്തെ പൊടി മനസ്സിലാവും. അതുപോലെ പൊടിയായിരുന്നു. നമ്മൾ ഉപയോഗിക്കാത്ത റൂമാണെങ്കിൽ പോലും നല്ല പൊടിയായിരിക്കും. ഞാൻ മുകളിലോട്ടൊന്നും ഇപ്പം അങ്ങനെ കയറി പോകാറേ ഇല്ല. തുണി വല്ലതും വിരിക്കണമെങ്കിൽ തന്നെ ഏട്ടനൊന്നും വിരിക്കത്തതേ ഉള്ളൂ. ശ്രീമോനെ കൊണ്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം തൂത്ത് എല്ലാം ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഡൈനിങ് ടേബിളിൽ മൊത്തം കാശിയുടെ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാനത് റെഡിയാക്കിയതിൻ്റെയാണ് ബാക്കിയിരിക്കുന്നത്. ഇതൊന്ന് തീരാതെ എനിക്ക് ആ ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ മരത്തെ ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. താഴെ വല്ലതും വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ ഇലയും കാണത്തില്ല, അതിൻ്റെ തടിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ തന്നെ ശ്രീമോൻ വന്ന് അത് പിടിക്കുകയും പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ പറിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ ആ ബോക്സിൽ ഇരിക്കുന്ന മൊത്തം എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഓരോന്നൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചു വെക്കും. അന്നേരം ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എന്നും കരുതി. എൻ്റെ പിള്ളേർക്കാണെങ്കിലും ഒത്തിരി പ്രോജക്റ്റും സെമിനാറും ഒക്കെ അങ്ങനെയൊക്കെ വരുന്ന ഉടനെ നമുക്ക് ആകെ സാധനം കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാമല്ലോ. ഇപ്പം ഈ ഒരു ഇത് ആർട്ട് ഫെസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ പോയി എല്ലാം വാങ്ങിക്കേണ്ടി വന്നു. നമ്മൾ ഫാൻസി ഡ്രസ്സിനുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ കരുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചാർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 4 എണ്ണം വാങ്ങിച്ചു. 2 എണ്ണം നമുക്ക് അതിന് എടുക്കേണ്ടി വന്നുള്ളൂ. ബാക്കി 2 എണ്ണമാണ് ഞാൻ മടക്കി വെച്ചത്. അപ്പോൾ എൻ്റെ കല്യാണ ആൽബമാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ കരുതി എടുത്ത് ആ വീഡിയോ എടുക്കുകയും ചെയ്തു. പക്ഷേ ഇടാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. അത് ഭയങ്കര സ്പീഡ് ഞാൻ തിരിച്ച് കാണിക്കുന്ന പോലെ തോന്നി. അങ്ങനെ അവരങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എപ്പോഴെങ്കിലും ഞാൻ ഇടാം കേട്ടോ. കല്യാണ വീഡിയോ ഇല്ല, ആൽബം. അങ്ങനെ പിന്നെ ഞാൻ ഡൈനിങ് ടേബിളെല്ലാം അങ്ങ് തൂത്തിട്ടു. ഞാൻ ആ അങ്ങേയറ്റം ഇരിക്കുന്ന ആ കസേര കണ്ട ഒരു വെൽവെറ്റിൻ്റെ ഒരു വയലറ്റ് കളറ്, അത് ശ്രീമോനെ കിടത്തിയിരുന്ന സാധനമാണ് കേട്ടോ. ജനിച്ചപ്പോൾ കിടത്തുമല്ലോ, ആ സാധനമാണ്. അപ്പോൾ കാശിക്ക് അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, ചാരി ഇരിക്കാൻ നല്ല പഞ്ഞി പോലെ ഇരിക്കും. അങ്ങനെ ഞാനത് അതേലങ്ങ് സെറ്റ് ചെയ്ത് വെച്ച കേട്ടോ. ഈ സാധനങ്ങളൊന്നും ഇനിയും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനത് തലാണയാക്കി വെച്ചേക്കുമായിരുന്നു ശ്രീമോന്. പിന്നെ അവനിപ്പോൾ അതിലൊന്നും കിടക്കാത്തത് കൊണ്ട് ഞാനതങ്ങ് മാറ്റി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഒക്കെ ഇങ്ങ് തൂത്തിറക്കുവാണ് കേട്ടോ. ഞാൻ അവിടെ ഷെൽഫെല്ലാം നേരത്തെ ഒരു ദിവസം വൃത്തിയാക്കി ഞാൻ കാണിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ തൂത്തിറക്കി ചിലന്തി വല ഇരുന്നൊക്കെ അടിച്ചു. ഞാനാണെങ്കിൽ ടവൽ കെട്ടാൻ മറന്നുപോയതെല്ലാം ഓർത്തു. പക്ഷേ പിന്നെ എനിക്കതിന് സമയം കിട്ടിയില്ല. ശ്രീമോൻ വയലൻ്റ് ആകുന്നതിന് മുമ്പ് എനിക്ക് ജോലി ഒതുക്കണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ടവലൊന്നും കെട്ടാതാണ് ചെയ്തത്. അതിൻ്റെ തുമ്മലും എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മൂക്കടപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരാഴ്ച കൂടുതലായി. ഇപ്പോൾ ഏട്ടനും പനിയാണ്, ഏട്ടനും സുഖമില്ല, നല്ല തലവേദനയൊക്കെ ഉണ്ട്. അങ്ങനെ ഏട്ടന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ വന്നിട്ട് പിന്നെ ഏട്ടൻ പോയില്ല. ഏട്ടന് വയ്യായിരുന്നു കേട്ടോ, നല്ല തലവേദനയായിരുന്നു.
അങ്ങനെ പിന്നെ ഞാൻ ഹാളിലോട്ടിങ്ങ് വന്നു. അവിടെ ഇരിക്കുന്നതെല്ലാം അങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ ശ്രീമോൻ ഞാൻ ഓരോന്നെടുത്തിടുമ്പോഴും അവരതെല്ലാം പറക്കാനും എടുക്കാനും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അവനെയും വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പാടാണ്. എങ്കിൽ പോലും ഞാൻ ഓർത്തങ്ങ് ചെയ്ത് തീർത്ത് അത്രയും ജോലി കുറഞ്ഞിരിക്കുമല്ലോ എന്നും കരുതി ഓരോ സാധനങ്ങളും എടുത്ത് ഞാൻ തുടച്ച് വെക്കുവാണ് കേട്ടോ. അപ്പം ഞാനെടുത്ത് കളഞ്ഞ സാധനങ്ങളൊക്കെ തറയിൽ പോയിരുന്ന് പറക്കി എടുക്കുക ശ്രീമോൻ അവിടെ. കാശിയാണെങ്കിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കും, ചിലതൊന്നും കേൾക്കത്തതുമില്ല. അവൻ്റെ അടുത്ത് അലയ്ക്കാനേ എനിക്ക് സമയം കാണത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പം ശ്രീമോൻ അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോക്കിയിട്ട് അതോ വരുന്നുണ്ട്. ടി വി കണ്ടുകൊണ്ട് കുറേ സമയമൊക്കെ അങ്ങ് ഇരിക്കും. പിന്നെ അവനെ ആ കാശി ഇട്ടിങ്ങനെ അലട്ടും. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡാ ഇവിടെ വാടാന്നും പറയും. അവനെ അങ്ങ് അലയ്ക്കും, അവനെ അങ്ങ് പേടിപ്പിക്കും. അങ്ങനെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് ഐറ്റംസ് എല്ലാം അത് ആ ഒരു ബോക്സിലങ്ങ് ആക്കിയതാണ്. നമുക്ക് വേണ്ടുന്ന പിന്നെ അവിടെ അതാത് സ്ഥലത്ത് കൊണ്ടുവെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ആ ബോക്സോടെ പൊക്കിയെടുക്കാൻ വന്നു. അങ്ങനെ പിന്നെ ഞാൻ അവനെ എടുത്ത് കൈ വെച്ചുകൊണ്ടങ്ങ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പുറകെ നടക്കാൻ മാത്രമേ എനിക്ക് സമയം കാണത്തുള്ളേ. അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ ഗ്ലാസ് ഒന്നും അവിടെ നിന്ന് എടുക്കാതെ തന്നെ അങ്ങ് മേളിലും താഴെ എല്ലാം അങ്ങ് തുടച്ച് മാറ്റുവാണ്. അവിടെ ഒന്നും വലിയ പൊടിയില്ലായിരുന്നു. അങ്ങേ അറ്റത്ത് നല്ല പൊടിയുണ്ട്, പക്ഷേ ഇത് വലിയ പൊടിയില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കുന്ന സാധനം ആയതുകൊണ്ടായിരിക്കാം അവിടെ വലിയ പൊടിയില്ലായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം അങ്ങ് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുവാണ്. ഞാൻ ആ ഡെറ്റോളിൻ്റെ വെള്ളം തന്നെയാണ് ഞാൻ അവിടെ എല്ലാം ഒഴിക്കുന്നത് കേട്ടോ, തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറട്ടെന്ന് കരുതി ഞാനപ്പോൾ ആ കുപ്പിയോട്ട് വെച്ചതും ശ്രീമോൻ ഓടിച്ചത് എടുത്തു. അവന് വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല, അവൻ എന്തോ കിട്ടിയാലും അവനെടുക്കും. ഇപ്പോൾ സംഭവിച്ചത് എൻ്റെ സ്റ്റാൻഡോടെടുത്ത് തറയിലിടാൻ തുടങ്ങിയതാണ്. ഞാൻ കയറി വേഗം പിടിച്ചതുകൊണ്ട് ഫോണിനൊന്നും പറ്റിയില്ല, സ്റ്റാൻഡിനൊന്നും പറ്റിയില്ല. പോകുന്നത് കണ്ടോ, ശ്രീമോന് അവിടെ നിന്ന് ഓരോന്നെടുക്കും. അതെല്ലാം അവൻ്റെ ക്രീം, പൗഡർ, അതൊക്കെ. അത് കഴിഞ്ഞ് അവിടെ തെർമോക്കോളിൻ്റെ എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു. കാശിയോട് ഞാൻ പറഞ്ഞിട്ട് കാശി കേട്ടില്ല. ആ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ അവിടെ കിടന്നത് അതെടുത്ത് അവൻ ആ സ്പോട്ടിൽ വായിലിട്ടു. അന്നേരം ഞാൻ പോയി എടുത്ത് വായിൽ നിന്ന് കളയുകയും ചെയ്തു. കണ്ണ് തെറ്റി എന്തെങ്കിലും എടുത്ത് വായിലിടും. നല്ല പേടിയാണ് എനിക്ക്. അവനെ വെച്ചുകൊണ്ട് ഈ ജോലിയൊന്നും ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. പിന്നെ കാശി ഉണ്ടല്ലോ, കുറച്ച് നേരമൊക്കെ അടക്കി നിർത്തുമല്ലോ എന്നും കരുതിയാണ് ചെയ്തത്. പക്ഷേ ഇവൻ കാണിക്കുന്നത് ഇതൊക്കെയാണ്. ശ്രീമോനെ ഇട്ട് അങ്ങ് ഞെക്കി പുളുത്തും കാശി. അവനെ അങ്ങ് ദേഷ്യം പിടിപ്പിക്കും. അതാണ് അവൻ്റെ മെയിൻ പരിപാടി. അവനാണെങ്കിൽ അടങ്ങിയിരിക്കത്തില്ല, അവൻ ചാടിപ്പോവും. അങ്ങനെ പിന്നെ അവൻ്റെ ക്രീമൊക്കെ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്താൽ കുറച്ച് സമയമൊക്കെ അവനെ അടക്കിയിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ. അങ്ങനെ പിന്നെ അവൻ കുറേ സമയമൊക്കെ അവിടെ ഇരുന്നു. ഞാൻ പിന്നെ ടി വിയുടെ ഭാഗമൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യുവാണ്. ഒരുപാട് വീഡിയോ സ്പീഡിലിടുന്നൊരു പരാതി വന്നു. പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ വീഡിയോ ഒരുപാട് ലാഗായി പോകുമല്ലോ, എല്ലാവരും ഇരുന്ന് കാണുമോയെന്നൊക്കെയുള്ള സംശയം കൊണ്ടാണ് ഞാനങ്ങ് വീഡിയോ സ്പീഡ് കൂട്ടിയിടുന്നത്. ഇതിലും ചെറിയ സ്പീഡുണ്ട് എങ്കിൽ പോലും വലുതായിട്ട് സ്പീഡ് കൂട്ടിയിടുന്നത് മറ്റുള്ളവർക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നത് ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വലിയതായിട്ട് ഞാനിന്ന് സ്പീഡ് കൂട്ടാതിടുന്നത്. എനിക്കാണെങ്കിൽ സംസാരിക്കുമ്പം തന്നെ ആണെങ്കിൽ ഒരുമാതിരി ആവുന്നു. ഈ തൊണ്ട അടഞ്ഞിരിക്കുന്നതിൻ്റെയും ഒരു വിമിഷ്ടം പോലെ എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ആ ഫോട്ടോസ് എല്ലാം പറക്കി വെച്ച് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ ഒരു 6 വർഷത്തിന് മുമ്പ് തൊട്ടുള്ള ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അത് ആദ്യം വെച്ചേക്കുന്നത് 2 ഫോട്ടോയും 6 വർഷമായി. അത് ഞാൻ ഫ്രെയിം ചെയ്യിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കി 2 ചെയ്തിട്ട് 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ലാസ്റ്റ് ചെയ്തേക്കുന്ന ഫോട്ടോ ശ്രീമോൻ 28ൻ്റെ ഫോട്ടോയാണ്. പിന്നെ താഴത്തത് ബർത്ത്ഡേയുടെ. പിന്നെ ഞങ്ങളുടെ ഒരു കല്യാണ ഫോട്ടോയ്ക്കകത്തിൽ അച്ചാച്ചനെയും കൂടെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡ് ചെയ്ത് അത്ര ഓക്കെ ആയില്ല. ഓൺലൈനിലാണ് ചെയ്യിച്ചത്. അവരാണെങ്കിൽ 350 രൂപ വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ എന്തോ ഒരു അപാകതയുണ്ട് ആ ഫോട്ടോയ്ക്ക്. എങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഒരു ഫോട്ടോ വേണം അച്ചാച്ചൻ എൻ്റെ കൂടെ ഉള്ളത് എന്നുള്ളൊരാഗ്രഹത്തിൽ ചെയ്തതാണ്. അങ്ങനെ പിന്നെ ആ ഫോട്ടോ ഉണ്ട്. പിന്നെ ജനലിലെയൊക്കെ ചിലന്തിയിലെയൊക്കെ ഞാൻ അങ്ങ് അടിച്ചു. തുണി കെട്ടണമെന്ന് ഓർക്കുന്നതേ ഉള്ളൂ, കെട്ടാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ കാശിയോട് പറയുന്നുണ്ട് ടവലൊക്കെ എടുത്ത് മാറ്റാൻ. ചിലതൊക്കെ കണ്ടു അറിഞ്ഞ് അവനങ്ങ് ചെയ്യും കേട്ടോ, നമ്മൾ പറഞ്ഞില്ലെങ്കിലും. അങ്ങനെ പിന്നെ അതെല്ലാം മാറ്റി എല്ലാം ഞാൻ തൂത്തൊതുക്കുവാണ്. എനിക്ക് മേളിൽ ഒരുപാട് ജോലിയുണ്ട്. മേളിലാണെങ്കിൽ തുണിയൊക്കെ ആണെങ്കിൽ ഏട്ടൻ വാരി വലിച്ചിട്ടേക്കുക. കഴുകിയിട്ട തുണി മൊത്തം വാരി തറയിലും അവിടെ ഇവിടെ എല്ലാം ഇട്ടേക്കുന്നത് ഞാനൊന്ന് കണ്ടു ഒരു ഡ്രസ്സ് എടുക്കാൻ കയറി പോയപ്പം. പക്ഷേ എനിക്കതെല്ലാം ഒതുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ഏട്ടനൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല കാശിയും വേണം. ശ്രീമോനെ താഴെ ഉറക്കി കിടത്തിയാൽ തന്നെയും കാശി നോക്കി നിന്നാൽ മാത്രമേ എനിക്ക് മേളിൽ പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉണർന്നാൽ നമ്മൾ അറിയണ്ടേ. തന്നെ കുഞ്ഞിനെ താഴെ കിടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവൻ ഉണർന്നാൽ അറിയത്തില്ല. അതുകൊണ്ട് കാശി ഉള്ളതുകൊണ്ട് ഇന്ന് അത് ആ ജോലിയെല്ലാം ഒതുക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ വെളിയിലത്തെ പണികളെല്ലാം കിടക്കുവാണ്. നല്ലതായിട്ട് പുല്ല് കിളിച്ച് നിൽക്കുവാണ്. മഴയായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അത് വൃത്തിയാക്കാൻ ആരെയും വിളിക്കാത്തത്. എനിക്ക് തന്നെ വെളിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തന്നെ എന്നല്ല,
കുനിഞ്ഞ് നിന്ന് ചെയ്യുന്ന ജോലിയൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് നടുവിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കുനിഞ്ഞുള്ള ജോലികളൊക്കെ ഭയങ്കര പാടാണ്. അതിനുശേഷം പിന്നെ നമ്മളൊരാളെ നിർത്തിയാണ് മുറ്റമെല്ലാം വൃത്തിയാക്കുന്നത്. അപ്പം ഇനിയിപ്പം ഞാൻ പറഞ്ഞു വിളിക്കാം ആരെങ്കിലും, ഇനിയിപ്പം മഴയൊക്കെ ഇല്ലല്ലോ നമുക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരാഴ്ചയും കൂടെ നോക്കട്ടെ, ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഏട്ടനും ഇപ്പോൾ സമയമില്ല, അല്ലായിരുന്നെങ്കിൽ ഏട്ടനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെത്തും എടുക്കുകയൊക്കെ ചെയ്തേനെ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും വിളിച്ച് നമ്മൾ വെളിയ ഭാഗം എല്ലാം അങ്ങ് ക്ലീൻ ചെയ്യിക്കും. അങ്ങനെ പിന്നെ നമ്മൾ വാഷ് ബേസിനും ഗ്ലാസ്സും ഒക്കെ അങ്ങ് തുടയ്ക്കും കേട്ടോ. ഞാനപ്പോൾ ജനലിൽ നോക്കി നമ്മുടെ ഒരു ആശാ വർക്കർ വന്നിട്ടുണ്ടായിരുന്നേ. അവർ വന്ന് ഇവിടെ ഡോറിൽ തട്ടി, ഡോറിലല്ല ഗേറ്റിൽ തട്ടിയിട്ട് അങ്ങ് പോയി. അപ്പോൾ ജനലിൽ എന്നെ നോക്കിയായിരുന്നു, കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും അങ്ങ് പോയി, നിന്നില്ല. അപ്പോൾ അതാ ഞാൻ നോക്കിയത്. ഈ ഗ്ലാസ്സിലാണെങ്കിൽ വെള്ളം തെറിച്ച് ചെറിയ പാട് പോലുണ്ട്. എപ്പോഴും ഞാൻ വൃത്തിയാക്കാൻ പോയാലും അവിടെ എല്ലാം തുടയ്ക്കുമെങ്കിലും ആ പാടങ്ങോട്ട് മാറുന്നില്ല. നമ്മളിപ്പം ഒന്ന് പെയിൻ്റ് അടിക്കാനൊക്കെ സമയമായി, 5 വർഷം ആകുമ്പോൾ പെയിൻ്റ് അടിക്കേണ്ടതാണ്. അപ്പോൾ ശ്രീമോനും ഇപ്പോൾ വരയൊക്കെ തുടങ്ങിയേക്കുന്നതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു അവൻ്റെ വരയും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ പോലും നമ്മൾ 5 വർഷം കഴിഞ്ഞ് അടിക്കേണ്ടത് കൊണ്ട് ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പെയിൻ്റ് അടിക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ മേക്ക് ഓവർ പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അതുകൊണ്ട് ഓരോന്നൊക്കെ ഇപ്പോഴേ യൂട്യൂബിലും നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിക്കേണ്ട പെയിൻറ്റും ഇവിടെയൊക്കെ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ. അന്നാണെങ്കിൽ വീട് വെച്ച സമയത്ത് നമുക്ക് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം കൊച്ചച്ഛനാണ് എല്ലാം ചെയ്തത്. പിന്നെ പെയിൻ്റൊക്കെ നമ്മൾ പറഞ്ഞു, എങ്കിലും നമുക്ക് ഒരുപാട് അറിവുകളില്ലാത്തത് കൊണ്ട് ഓരോ അപാകതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വട്ടം പെയിൻ്റ് അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇച്ചിരി നല്ലതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓണം കഴിഞ്ഞിട്ട് എന്തുമായാലും നടക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് തുണി മേളിൽ കഴുകിയത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ താഴെ വെക്കാനുള്ളതാണ്. എവിടെയെങ്കിലും പോകാൻ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ മേളിലോട്ട് പോകണം. ഇതാകുമ്പോൾ കുറച്ച് സാധനം താഴെ വെച്ച് കഴിഞ്ഞാൽ വലിയ പാടില്ലല്ലോ എന്നും കരുതി താഴെ വെച്ചങ്ങ് മടക്കി എടുത്ത് വെക്കുവാണ്. ശ്രീമോൻ ഇപ്പോൾ ഉറങ്ങി. അപ്പോൾ ശ്രീമോൻ ഉറങ്ങിയത് കൊണ്ട് തന്നെ കുറച്ച് ജോലി ഒതുക്കിയിട്ടങ്ങ് മേളിൽ പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കുവാണ്. അപ്പോൾ കാശി TV കാണുന്നു. ഏട്ടൻ മേളിൽ പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വയ്യ, നല്ല തലവേദനയാണ്. ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട സമയമായി. അപ്പോൾ ശ്രീമോൻ കിടക്കുന്നത് കൊണ്ട് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി അവൻ ഉണരുമ്പോഴത്തേക്ക് വന്ന് മാറ്റാമെന്നും പറഞ്ഞ് ഞാൻ ബാക്കി ജോലികളെല്ലാം അങ്ങ് ഒതുക്കുവാണ്. അങ്ങനെ ഞാൻ മേലോട്ട് വന്നപ്പോഴത്തെ അവസ്ഥയാണിത്. ഏട്ടനാണെങ്കിൽ ഓരോ ഡ്രസ്സ് കാണാതിരിക്കുന്ന ഉടനെ ഒരു ബെഡ്ഷീറ്റ് തറയിൽ അങ്ങ് വിരിച്ചിട്ട്, ഇതെല്ലാം കഴുകിയ തുണിയാണ്, അവിടെ കിടന്ന തുണികളെല്ലാം കൂടെ വാരി ആ ബെഡ്ഷീറ്റിലിട്ട് തറയിലിട്ടതാണ്. അങ്ങനെ പിന്നെ ഞാൻ വിരിച്ച തുണിയെല്ലാം അങ്ങ് മാറ്റിയിട്ട് എല്ലാം അങ്ങ് മടക്കി വെക്കാമെന്ന് കരുതി. ഇത് ഇച്ചിരി മണി സമയത്ത് നടന്ന കാര്യങ്ങളൊന്നുമല്ല. 1 മണിക്കൂർ കൂടുതൽ എന്തായാലും എടുത്തിട്ടുണ്ട് ഞാൻ ഈ തുണികളെല്ലാം മടക്കി കഴിഞ്ഞപ്പോൾ. ഒരുപാട് തുണികളുള്ളെങ്കിൽ കുഴപ്പമില്ല, കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ കഴുകി നമ്മൾ ഉപയോഗിക്കും. ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് ഇടും, പിന്നെ അത് കഴുകി വിരിക്കും. അങ്ങനെയൊക്കെയാണ് പ്രശ്നം. അങ്ങനെ ഈ തുണിയെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് കുറേശ്ശെ എൻ്റെ തുണിയെല്ലാം ആദ്യം അങ്ങ് മടക്കി മാറ്റാമെന്ന് കരുതി. എന്നിട്ട് അതെല്ലാം കൊണ്ട് റൂമിൽ വെച്ചിട്ട് ബാക്കി ഏട്ടൻ്റെ എല്ലാം മടക്കി വെക്കാം. അതുമാത്രമല്ല, ഏട്ടൻ്റെ ഒരുപാട് ഷർട്ട് ഉപയോഗിക്കാത്ത ഇരിപ്പുണ്ട്. ഏട്ടനാണെങ്കിൽ ഒന്നെങ്കിൽ ചെറുതായത്, അല്ലെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് നരച്ചതെന്ന് വെച്ചാൽ ഡെയിലി പോവുമല്ലേ, അങ്ങനെ നരച്ചത്, അങ്ങനെയൊക്കെ ഒത്തിരിയും ഡ്രസ്സുകൾ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനാണെങ്കിൽ അത് ഞാൻ ഇടും, ഇത് ഞാൻ ഇടുമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചേക്കുന്നതാണ് കൂടുതലും. അപ്പം ഞാൻ കരുതി ഇന്ന് അതെല്ലാം അങ്ങ് മാറ്റാം, ഏട്ടനും ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങ് മാറ്റിയിട്ട് വേണ്ടാത്ത എല്ലാം അങ്ങ് കളയാം എന്നും കരുതി ഏട്ടനെ കൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഏട്ടൻ ഈ ഷർട്ട് വേണോ, വേണ്ടാത്ത ഷർട്ടൊക്കെ ഒന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട്. ഏട്ടൻ അവിടെ കിടക്കുമോ, ഏട്ടൻ ഉറങ്ങാൻ വന്ന് കിടന്നെങ്കിൽ പോലും ഫോൺ കോൾ വരുന്നത് കൊണ്ട് ഏട്ടന് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഏട്ടൻ്റെ ഷർട്ടാണ് ആ മടക്കുന്നതെല്ലാം. അപ്പം ഞാൻ ഓർത്ത് ഇപ്പോഴത്തെ എല്ലാം മടക്കി വെക്കുന്നതിന് മുമ്പായിട്ട് വേണ്ടാത്ത എല്ലാം മാറ്റിയിട്ട് നല്ലതായിട്ട് അങ്ങ് മടക്കി വെക്കാമെന്ന് കരുതി. എത്ര മടക്കി വെച്ചാലും 2 ദിവസത്തിൽ കൂടുതൽ അത് നല്ല രീതിയിൽ ഇരിക്കത്തില്ല. ഏതായാലും ഒരെണ്ണം അടിയിൽ നിന്ന് വലിച്ചെടുക്കും, അത് മൊത്തം താഴെ വീഴും. എന്നിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങ് പോവും. ഞാനപ്പോൾ പറയും ഞാൻ മടക്കി വെക്കത്തില്ല, ഏട്ടൻ തന്നെ എടുത്ത് മടക്കി വെക്കണമെന്ന് പറയുമെങ്കിലും 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തന്നെ ഇത് മടക്കി വെക്കേണ്ടി വരും. ഏട്ടൻ തറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. ആ ഒരു സ്വഭാവമാണ് ഏട്ടൻ്റേത്. ഞാനാണ് എൻ്റെ ജോലിയാണിത് മൊത്തം. അല്ലാതെ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അത് ഞാൻ മടക്കി വെച്ചേക്കുന്ന കണ്ടാൽ അത് അങ്ങനെ ഇരിക്കണമെന്നും പറയും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ശ്രീമോനല്ല, കാശിയായാലും ഏട്ടനായാലും എല്ലാം ഇടയ്ക്കൂന്ന് വലിച്ചെടുക്കുന്ന ആ ഒരു ഇതാണ്. അങ്ങനെ പിന്നെ ഞാൻ വേണ്ടാത്ത എല്ലാം അങ്ങ് ചോദിച്ചിട്ട് മാറ്റി കളയുക. അപ്പം മാറ്റി കളയാൻ എടുക്കുമ്പോഴും പറയാം അത് കുഴപ്പമില്ല ഇടി, അത് നല്ല ഷർട്ടാണ്, അത് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിപ്പുണ്ട്, ക്യാമറയുടെ മുന്നിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നെല്ലാം ടീഷർട്ട് വേറെ, മുണ്ടും പാൻറ്റും എല്ലാം വേറെ, ഷർട്ട് വേറെ, അങ്ങനെ എല്ലാം മടക്കി വെക്കണം കേട്ടോ. കൂടുതൽ ടീഷർട്ട് നോർത്ത് ഫേസിൻ്റെ ആണ്, നമ്മുടെ മായ ചേച്ചി തരുന്നതാണ് കേട്ടോ.
ശിവദാസേട്ടൻ അവിടെ അതിൻ്റെ കമ്പനിയിലാണ്. അങ്ങനെ അവിടുന്ന് കൊണ്ടുവരുന്നതാണ്. നല്ല സുഖമാണ് ആ ടീഷർട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാം മടക്കി വെക്കുകയാണ്. എൻ്റെ ഡ്രസ്സ് ഒരിടത്ത്, അവൻ്റെ കാശിയുടെ ഡ്രസ്സ് ഒരിടത്ത്, ഏട്ടൻ്റെ ഒരിടത്ത്, ബെഡ്ഷീറ്റ് എല്ലാം ഒരിടത്ത്, അങ്ങനെ എല്ലാം നമ്മൾ ഓരോന്നും വേർതിരിച്ച് മടക്കി മടക്കി ഞാൻ വെക്കുവാണേ. തുണി മടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് മുഷിയും. അതുപോലെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എങ്ങനെയും അങ്ങ് നീർത്തിട്ട് അങ്ങ് താഴെ ഇറങ്ങി പോയാൽ മതി എന്നുള്ള ഇതായിരുന്നു. അതെല്ലാം ശ്രീമോൻ്റെ ടർക്കിയും തുടയ്ക്കുന്ന തുണിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം ഒതുക്കാൻ ഇവിടെ അങ്ങ് വെക്കാമെന്ന് കരുതി. എല്ലാം കൂടെ താഴോട്ട് കൊണ്ടുപോകണ്ട, ഓരോന്നോരോന്ന് ഉപയോഗിച്ച് കഴുകാനിടുമ്പോൾ ഓരോന്ന് എടുക്കാമെന്ന് കരുതി. അങ്ങനെ അവൻ്റെ ഇതെല്ലാം മാറ്റി വെച്ചു. എൻ്റെ വീട്ടിലിടുന്നതെല്ലാം വേറെ. അങ്ങനെ തുണിയെല്ലാം മടക്കി കഴിഞ്ഞു. ഇതെല്ലാം വീഡിയോ പിന്നെ കട്ട് ചെയ്തും പിന്നെ സ്പീഡ് കൂട്ടുന്നത് കൊണ്ട് തീർന്നല്ലോ. നമ്മളെന്ത് പാടുപെട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ ചിലന്തി വലയൊക്കെ അങ്ങ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ദിവാങ്കോടിൽ അവിടെ ഷീറ്റൊക്കെ അങ്ങ് വിരിക്കാമെന്ന് കരുതി. നമ്മളിവിടെ ഒരു കട്ടിലും ബെഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ മേളിൽ കിടക്കാൻ വന്നതിന് ശേഷം 2 കട്ടിൽ ഒരുമിച്ചിട്ടാണ് കിടക്കുന്നത്. എങ്കിലേ എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കട്ടിലും ബെഡും ഒക്കെ അങ്ങ് മാറ്റിയതാണ്. അതുമാത്രമല്ല, തുണി വിരിക്കുന്നതുകൊണ്ട് ഈ റൂമിൽ അങ്ങനെ കിടക്കാനും തോന്നത്തില്ല. വീടൊക്കെ വെച്ച് നമ്മൾ മാറിയ സമയത്ത് തുണി താഴെയും ഞാൻ ടെറസിലൊക്കെ കൊണ്ട് വിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെയും കാശി കുഞ്ഞതായതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ കയറി പോകുമ്പോൾ അവനും കയറി വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവനെയും കൊണ്ടുപോകണം, അതൊക്കെ പാടാണ്. അതുകൊണ്ട് ഞാൻ അന്ന് കെട്ടിയതാണ് കേട്ടോ ഈ റൂമിൽ. അങ്ങനെ അതുമാത്രമല്ല, മഴ പെയ്യുമ്പോഴും നമുക്ക് പാടാണ് വിരിക്കാനൊക്കെ ഉണങ്ങാനൊക്കെ. അപ്പം വാഷിംഗ് മെഷീനിലായതുകൊണ്ട് പകുതി ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അകത്ത് വിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, വലിയ സ്മെല്ലൊന്നും വരാറില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ആക്കിയത്. കാശി സ്കൂളിലൊക്കെ വിട്ട് കാശി UKG പോകുന്ന സമയത്ത് ഞാൻ ടെറസിലൊക്കെ കൊണ്ട് തുണി വിരിക്കുമായിരുന്നു. ഇപ്പോൾ ശ്രീമോനും കൂടെ ആയതിനു ശേഷം തീരെ തുണി അങ്ങനെ കൊണ്ടുപോയി വിരിക്കാറില്ല. കാശിയുടെ യൂണിഫോമൊക്കെ ഉള്ളൂ ഞാൻ അല്ലാതെ കഴുകിയിട്ട് അവിടെ കൊണ്ട് വിരിക്കുന്നത്. ആ തറയിൽ കിടന്ന തുണിയെല്ലാം ഞാൻ ഒരു കവറിൽ പറക്കി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയും കൂടെ എല്ലാം അങ്ങ് ചിലന്തി വലയും അടിച്ച് ബാക്കിയെല്ലാം അങ്ങ് തൂത്ത് മാറ്റുവാണേ. ഇത് ഭയങ്കര ഡിലേ ആണ് വീഡിയോ, എനിക്കറിയാം. എങ്കിൽ പോലും നമ്മൾ ക്ലീനിങ് വീഡിയോ, ലോങ് വീഡിയോ ഇടാനും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഓണം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ അതൊരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ തൂത്തോളം എന്നപ്പോൾ തന്നെ താഴെ നിന്ന് എനിക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. അമ്മയെ ശ്രീമോൻ ഉണർന്നു, ഓടി വാന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വെയിറ്റ് ചെയ്യടാ, ഈ റൂം ഒന്ന് തൂത്തിറക്കിയിട്ട് ഞാൻ ഓടി വരാവേന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പിന്നെ തൂത്തങ്ങ് ഇറക്കി മാറ്റുവാണേ. ബാക്കി 2 റൂമും കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ താഴെ ഇറങ്ങി വന്നു. ശ്രീമോനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് ഞാനാണെങ്കിൽ റൂം അങ്ങ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം ഇടാമെന്നും കരുതി വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ എന്നെക്കാട്ടി മുന്നിൽ വന്ന് തൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തൂത്തൊക്കെ വാരുവാണേ. ശ്രീമോനെ എടുത്തു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ചൂലും പൊക്കിക്കൊണ്ട് പോകും. ചൂല് ഭയങ്കര വീക്ക്നെസ്സാണ്. എവിടെ ചൂല് കണ്ടാലും ശ്രീമോനെ എടുത്തുകൊണ്ട് നടക്കും. അവനങ്ങ് പിന്നെ അങ്ങ് തൂപ്പ് വന്നിരിക്കും. നമ്മൾ വിക്രമാദിത്യ വേതാളവും പോലെയാണ് ചൂലും ശ്രീമോനും കൂടെ നടക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മളതെല്ലാം തൂത്ത് അടുക്കളയിലോട്ടങ്ങ് ഒതുക്കുവാണേ. അവിടെ കൊണ്ടുപോയി അതെല്ലാം വാരി കത്തിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ അങ്ങ് തുടയ്ക്കുകയും കൂടെ അങ്ങ് ചെയ്തേക്കാം. നാളെ തുടയ്ക്കാമെന്ന് കരുതി ഇരുന്നതാണ്. അപ്പോൾ അത് നടന്നതുമില്ല. ഏട്ടനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രീമോനെയും കാശിയും കൊണ്ടൊന്ന് വെളിയിലോട്ട് പോകും, അതാകുമ്പോൾ എനിക്ക് തുടയ്ക്കാം. അകത്ത് നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല തുടപ്പ്. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെ അത് മൊത്തം അഴുക്കാവും. അങ്ങനെ പിന്നെ ഞാൻ ആദ്യം തന്നെ മെത്ത കൊണ്ടുപോയി അങ്ങ് നമ്മുടെ റൂമിൽ കൊണ്ടിട്ടുണ്ടായിരുന്നേ. തുടയ്ക്കണമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ അത് മൊത്തം അഴുക്കാവും, അല്ലെങ്കിൽ അത്രയും ഭാഗം തുടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ മേളത്തേക്കുള്ള ഡ്യൂട്ടി അടുത്തൊരു ദിവസത്തേക്ക് ഞാൻ ഇട്ടേക്കുവാണ്. അങ്ങനെ താഴെ എല്ലാം അങ്ങ് തുടച്ച് ക്ലീൻ ചെയ്യുവാണേ. അങ്ങനെ തൂത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ ഒന്നും കയറി തുടച്ചില്ല, മേളിൽ തുടച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. സ്റ്റെയർ തുടയ്ക്കാമെന്ന് കരുതി. അങ്ങനെ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ഈ കസേരയുടെയും ദിവാങ്കോൻ്റെയൊക്കെ അടി ചെണ്ടയും അവൻ്റെ ഓരോന്നൊക്കെ കിടക്കുന്ന കാണുന്നത്. നമ്മൾ കഴിവതും കുനിഞ്ഞ് തന്നെ തൂക്കാനും തുടയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണാതെ പോകുന്ന സാധനങ്ങളാണ് അതെല്ലാം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ റൂമും അങ്ങ് തുടച്ചിങ്ങ് മാറ്റും. പിന്നെ ഇടയ്ക്ക് തുടയ്ക്കുന്നതുകൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല. പിന്നെ തൂത്തിട്ടങ്ങ് തുടച്ചെന്നതേ ഉള്ളൂ. പിന്നെ സിറ്റ് ഔട്ടൊന്നും നമ്മൾ അങ്ങനെ ഇതാക്കാൻ പോയില്ല. ഞാൻ തേച്ച് കഴുകുക, ചുമ്മാ തുടയ്ക്കുമല്ല, തേച്ച് തന്നെ കഴുകും. പൂച്ചയൊക്കെ വന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മളതങ്ങ് തേച്ച് കഴുകും. നമ്മൾ പിന്നെ നല്ല മാറ്റമൊന്നും എടുത്തിട്ടിട്ടില്ല സിറ്റ് ഔട്ടിൽ. അത് പൂച്ച വന്ന് കിടക്കുന്നതും പിന്നെ മഴ ആയതുകൊണ്ട് ചള്ളയെല്ലാം അടിച്ച് കയറുന്നത് കൊണ്ട് സാധാ ഒരു മാറ്റാണ് സിറ്റ് ഔട്ടിലും വിരിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ തുടച്ചെല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാറ്റൊക്കെ അടുക്കളയിൽ വിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കയറി കുളിച്ചേക്കാം, എനിക്ക് വയ്യ, ഞാൻ കുഴഞ്ഞു, ശരിക്കും കുഴഞ്ഞു. ഒന്നാമത് പനിയും ഉണ്ട്. അതിൻ്റെ കൂടെ ജോലി ഇത്രയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് കുഴഞ്ഞു പോയി. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീമോനും വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഞാൻ വേഗം ഇറങ്ങിയത് പോലും. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങ് വന്ന് കുറച്ച് സമയം ഞങ്ങൾ TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഏട്ടൻ ഇത്രയും ജോലിയൊക്കെ ചെയ്ത് ഒത്തിരി നാളായി ഇങ്ങനെ ഒരു ദിവസം ഇത് മൊത്തമൊക്കെ ചെയ്തിട്ട്. അങ്ങനെ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ പുറകെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക്